താങ്കൾക്ക് വ്യക്തിപരമായിട്ട് എന്താണ് തോന്നുന്നത്? എന്താണ് ഇപ്പോൾ അടിയന്തരമായി കേരളത്തിന് വേണ്ടത്? കാരണം ധനമന്ത്രി നേരിട്ട് കണ്ട്, കേരളത്തിൻ്റെ ധനമന്ത്രി നേരിട്ട് കണ്ട് 29 ആവശ്യങ്ങളാണ് കേന്ദ്രത്തോട് പറഞ്ഞത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? എയിംസ് ആണോ ആദ്യമായിട്ട് വേണ്ടത്? അല്ല, ഈ എയിംസ് ഒരു പണ്ടേ തന്നൊരു വാഗ്ദാനമാണ്. അതിനെ പൂർത്തിയാക്കണമെന്ന് എൻ്റെ അഭിപ്രായം തന്നെയാണ്. അതിനെക്കുറിച്ചൊരു സംശയവും വേണ്ട. അത് കുറേ വർഷങ്ങളായി ഞാൻ ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്തും ഞാൻ MP ആയിരിക്കുന്ന സമയത്തുമാണ് ഈ വാഗ്ദാനം ആദ്യം വന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 15 വർഷമായി. ആ എയിംസ് വരണം, ഒരു സംശയവും വേണ്ട. പിന്നെ അതുപോലെ പല ആവശ്യങ്ങളും നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. 29 ലിസ്റ്റ് ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും എന്താണ് അവർ പറയാൻ പോകുന്നത് കേട്ട ശേഷം നമ്മൾ വീണ്ടും സംസാരിക്കുക. നമ്മൾക്ക് ആവശ്യമുള്ളത്, എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ തീരദേശം തന്നെയാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന പാർലമെൻറ്റ് പ്രസംഗത്തിലും പ്രധാനമന്ത്രിക്ക് എഴുതിയിട്ടും ആവശ്യപ്പെട്ടത് നമ്മുടെ തീരദേശത്തെ സംരക്ഷിക്കാൻ. എല്ലാ വർഷവും എല്ലാ മഴക്കാലത്തിലും നമ്മളുടെ ഭൂമി അലിഞ്ഞു പോകുന്നുണ്ട് സമുദ്രത്തേക്ക്. അതിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മളുടെ തീരദേശ മത്സ്യത്തൊഴിലാളികൾക്കും സമുദ്രത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാനുമുള്ള സൗകര്യം കൊടുക്കാൻ വേണ്ടി ചില പുളിമുട്ടുകളും ചില അത്യാവശ്യമായ കടൽ ഭിത്തിയും ആവശ്യമുണ്ട് നമ്മളുടെ ഈ തീരദേശത്തെ സംരക്ഷിക്കാൻ. അതൊരു വലിയൊരു പ്രധാനപ്പെട്ട ആവശ്യം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ടു പറഞ്ഞ ഒരു കാര്യം കൂടിയാണത്. ഇനി അത് വന്നാൽ നല്ലൊരു കാര്യമായിരിക്കും, അതിനൊരു സഹായം വന്നാൽ. അവരിതുവരെ എടുത്ത നിലപാട് ഇത് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ എല്ലാം. സംസ്ഥാന സർക്കാർ പറയുന്നു അവർക്ക് അതിന് കാശില്ല. അപ്പോൾ ഈ സ്ഥിതിയിൽ എങ്ങനെയാണ് നമ്മൾ ഈ നാടിനെ സംരക്ഷിക്കാൻ പോകുന്നത്? നമ്മൾ ഒരു ഇഞ്ച് ഭൂമി ഹിമാലയയിൽ പോയി നഷ്ടപ്പെട്ടാൽ ചൈനയുടെ ഒപ്പം യുദ്ധത്തിന് സംസാരമായിരിക്കും. ഇവിടെ നമ്മൾ എൻ്റെ മണ്ഡലത്ത് 64 സ്ക്വയർ കിലോമീറ്ററാണ് നമ്മൾ ഈ എൻ്റെ MP സ്ഥാന സമയത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആർക്കും ചിന്തയില്ലേ? നമ്മുടെ ഭാരതത്തിൻ്റെ ഭൂമിയെല്ലാം നഷ്ടമായിട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തി നേരിട്ട് പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കേന്ദ്രത്തിൻ്റെ പിന്തുണ ഉണ്ടാകുമെന്നാണ്. അതിൻ്റെ ഒരു തെളിവ് കാണാമല്ലോ ബഡ്ജറ്റിൽ. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വർഷമായ കാരണം നമുക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടാവാം. പക്ഷെ ബഡ്ജറ്റ് കണ്ട ശേഷം നമ്മൾ സംസാരിക്കും. പിന്നെ നമ്മളെന്തായാലും കേൾക്കട്ടെ, പറയാം കേട്ടോ. ഞാനൊന്ന് ഇറങ്ങുന്നു. താങ്ക് യു.